പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഇന്നൊരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെപ്പറ്റി അറിയുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ അറിവിലൂടെ അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും അമ്മയെ സ്നേഹിക്കുന്നത് വഴി യേശുവിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുന്നു. ഈ ഒരു അനുഭവമായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം അനുഭവിച്ചത്. നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുനാളിലെ മുതൽ ആ കുടുംബ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ജപമാലയ്ക്ക് ശേഷം നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിയോ പ്രാർത്ഥിക്കും, സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവിനോടുള്ള ലുത്തിനിയായിലും നാം പ്രാർത്ഥിക്കുന്നുണ്ട്, സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മേരിയെ വിളിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഹൃദയവർജകമായ ഒരു നാമമാണ് സമാധാനത്തിൻ്റെ രാജ്ഞി. കാരണം പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് സമാധാനം വന്ന ഒരമ്മയാണ്. ദൈവപിതാവ് നസ്രത്തിലെ മേരി എന്ന ആ കന്യയെ തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നല്ല ആയിരുന്നു, ലോകത്തിന് സമാധാനം നൽകുക. അന്നത്തെ പിതാവായ ദൈവത്തിൻ്റെ ആ പദ്ധതി ഇന്നും തുടരുകയാണ് അമ്മയിലൂടെ തിരുസഭയിൽ. കാരണമുണ്ട്, സമാധാനം ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ദാനമാണ്. നാം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലോകം മുഴുവൻ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ലോകത്തെമ്പാടും മുഴങ്ങുമ്പോൾ, കൊടും ക്രൂരതകൾ ലോകത്ത് നടമാടുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നു സമാധാനപൂർണമായ ഒരു ലോകം. ഇത് മനുഷ്യൻ്റെ ജന്മസിദ്ധമായ ഒരു ദാഹമാണ്. അതിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പോൾ മേരിയെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് നാം വിളിക്കുമ്പോൾ അത് അർത്ഥപൂർണമാണ്. കാരണം സമാധാനം മേരി ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നും മേരി ലോകത്തിന് സമാധാനം നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. അച്ഛാ, ലോകരക്ഷകനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സമാധാനത്തിൻ്റെ സന്ദേശവുമായാണ്. എന്നാൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ സമാധാനം നഷ്ടപ്പെടുന്ന അവസരങ്ങളുണ്ട്. അതായത് മംഗളവാർത്താ സമയം, കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലെ സമയം, യേശുവിനെ കാണുവാനുള്ള അവസരം, ഇങ്ങനെ വേദനിപ്പിക്കുന്ന സങ്കടം വരുന്ന ഒത്തിരിയേറെ അവസരങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ക്രൈസ്തവരായ നമ്മൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ പരിശുദ്ധ കന്യാമറിയം സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് നമ്മൾ വിളിക്കുന്നത്? അതൊരു ചോദ്യമാണ്. കാരണം അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനത്തിൽ കൂടുതൽ വേദനയുടെയും ആകുലതയുടെയും ഒരു വ്യക്തിയായിട്ടാണ് നസ്രത്തിലെ മേരിയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. നസ്രത്ത് മുതൽ ബെത്ലഹേം തുടങ്ങി ഈജിപ്റ്റ് തുടങ്ങി കാൽവരി വരെയും ആകുലതയും വ്യാകുലതയും വേദനയും ദുഃഖവും കണ്ണുനീരും നിറഞ്ഞ ഒരമ്മയുടെ ചിത്രമാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് മേരിയെ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുന്നു? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ എന്താണ് സമാധാനം എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നത് മനസ്സിലാക്കണം. അങ്ങനെ ലോകത്തിലേക്ക് വന്ന യേശുവും മേരിയും തമ്മിലുള്ള ബന്ധവും രണ്ടുപേരുടെയും ദൗത്യവും എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് മേരിയെ വിളിക്കുന്നതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് സമാധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധമില്ലാത്ത അവസ്ഥ അതാണല്ലോ ലോകസമാധാനം. ലോകത്തിൽ യുദ്ധമില്ലെങ്കിൽ സമാധാനം എന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ വഴക്കൊന്നുമില്ലെങ്കിൽ അവിടെ സമാധാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും
പണസംബന്ധമായ പര്യാപ്തതകളും ഒന്നുമില്ലെങ്കിൽ സമാധാനം എന്നൊക്കെ നമ്മൾ പറയുന്നു. എങ്കിൽ യഥാർത്ഥത്തിലുള്ള സമാധാനം ഇതാണോ? അതെ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതൊക്കെയാണ് സമാധാനം. എന്നാൽ എന്താണ് സമാധാനമെന്ന് വത്തിക്കാൻ കൗൺസിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. സഭ ആധുനിക ലോകത്തിൽ എന്ന ആ പ്രമാണരേഖയിൽ സഭ പഠിപ്പിക്കുന്ന ഇതാണ്: അയൽക്കാരനോടൊത്തുള്ള സ്നേഹത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ലോകസമാധാനം ദൈവത്തിൽ നിന്ന് പ്രസരിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രതിരൂപവും പരിണിത ഫലവുമാണ്. അതായത് സമാധാനത്തിൻ്റെ ഉറവിടം അയൽക്കാരനോടൊത്തുള്ള സ്നേഹത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന സമാധാനമാണ്. എന്തെന്നാൽ മാംസമെടുത്ത പുത്രനായ ആ സമാധാന രാജ്യൻ കുരിശിലൂടെ സകല മനുഷ്യരെയും ദൈവത്തോട് രമ്യപ്പെടുത്തി. സാധാരണ മനുഷ്യരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും യുക്തിക്ക് വിശദീകരിക്കാൻ സാധിക്കാത്തതുമായ ഒന്നാണിത്. കുരിശിലൂടെ സമാധാനം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ, അങ്ങനെ സകലരെയും ഒരു ജനത്തിൻ്റെയും ഒരു ശരീരത്തിൻ്റെയും ഐക്യത്തിലേക്ക് ആനയിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം മാംസത്തിൽ അവിടുന്ന് ശത്രുതയെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. ശത്രുക്കളെ മാറ്റി നിർത്തുമ്പോഴാണല്ലോ സമാധാനമുണ്ടാകുന്നത്, ശത്രുതയെ നശിപ്പിക്കുമ്പോൾ. പക്ഷേ യേശു നേടിയെടുത്തത് തൻ്റെ കുരിശിലെ സമർപ്പണം വഴിയാണ്. ഉത്ഥാനം വഴി മഹത്വീകൃതനായ അവിടുന്ന് സ്നേഹത്തിൻ്റെ അരൂപിയെ മനുഷ്യഹൃദയത്തിൽ ചിന്തി. അപ്പോൾ ഇതിൽ നിന്ന് സഭ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ അരൂപിയെ മനുഷ്യഹൃദയങ്ങളിൽ കൊടുക്കുന്നതാണ് സമാധാനം. സ്നേഹത്തിൻ്റെ അരൂപി എന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ എത്രമാത്രം ഒരു വ്യക്തി സ്വീകരിക്കുന്നുവോ അത്രമാത്രം സമാധാനം മനസ്സിൽ ഉൾക്കൊള്ളുന്നു. ഈ പരിശുദ്ധാത്മാവിനെ നൽകുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മളെ രക്ഷിക്കുവാൻ, നമുക്ക് രക്ഷ കൈവരുവാൻ എങ്ങനെ യേശുവിന് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ഇതാണ് യേശു വാഗ്ദാനം ചെയ്യുന്നതും: ഞാൻ നിങ്ങളെ തനിയെ വിട്ടേച്ച് പോവുകയല്ല, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് നൽകും, സമാധാനത്തിൻ്റെ ആത്മാവിനെ. ഇനി ആരാണ് യേശു? എന്തിനാണ് യേശു വന്നത്? യേശുവിൻ്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് നാം കാണുന്നുണ്ട് ദൈവദൂതൻ ഒരു സന്ദേശം നൽകുന്നത് ആട്ടിടയർക്ക്. ആ സന്ദേശം നൽകുന്നത് എന്താണ്? ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാമോ? ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 വാക്യം 10 മുതൽ 14 വരെ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യേശുവിൻ്റെ വരവിന് മുന്നോടിയായി ദൈവദൂതന്മാർ ലോകത്തിന് നൽകിയ സന്ദേശം ഇതാണ്. യേശുവിൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശം: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ദൈവകൃപ ആർക്ക് ലഭിക്കുന്നോ അവിടെ ഒരു സമാധാനം ലഭിക്കുകയാണ്. യേശുനാഥൻ തന്നെ പിന്നീട് തൻ്റെ വചനത്തിലൂടെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 32-ൽ യേശു പറയുന്നുണ്ട്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. പൗലോസിലെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2:14 പറയുന്നത്: അവൻ നമ്മുടെ സമാധാനമാണ്. വീണ്ടും യേശു പറയുന്നുണ്ട്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. എന്താണ് യേശു നമുക്ക് തരുന്ന സമാധാനം? ഈ ആത്മാവിൻ്റെ കൃപയാണ്. ലോകം തരുന്ന സമാധാനം എന്താണ്? യുദ്ധത്തിലൂടെ സമാധാനം നൽകുവാൻ നോക്കുന്നു, പണത്തിലൂടെ സമാധാനം നൽകുവാൻ ശ്രമിക്കുന്നു, അധികാരത്തിലൂടെ, ശക്തിയിലൂടെ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ സമാധാനം ഈ സമാധാനമല്ല, കൃപാവരത്തിൻ്റെ സമാധാനമാണ്. ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ കന്യകയെ കണ്ടത്. ഇപ്പോൾ വിപിൻ ചോദിച്ചു,
മേരിയുടെ ജീവിതം മുഴുവൻ ഒരു വേദനയുടെ ജീവിതമല്ലായിരുന്നോ? മേരിയെ നാം കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട് നസ്രസിൽ ആ മംഗളവാർത്തയുടെ സമയത്ത്. ശരിക്കും വേദനയുടെ, ആകുലതയുടെ, ഭയപ്പാടിൻ്റെ നിമിഷമായിരുന്നു. പക്ഷേ നാം കണ്ടെത്തുന്നത് മേരിയിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു നിമിഷങ്ങളാണ്. അതുകൊണ്ടാണ് സമാധാനത്തോടെ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി. കാരണം അവിടെ ദൈവകൃപ, ആത്മാവ് പ്രവർത്തിച്ചു. വീണ്ടും മേരിയെ കണ്ടുമുട്ടുന്നുണ്ട്, ആകുലത നിറഞ്ഞ മേരിയെ. യോസേപ്പ് പിതാവ് മേരിയെ ഉപേക്ഷിക്കാൻ പോകുന്ന രംഗം കാണുന്നുണ്ട്. പക്ഷേ മേരിയെ നാം ഒരിക്കലും ചഞ്ചല ചിത്തയായി കാണുന്നില്ല. സുവിശേഷത്തിൽ ഒരിടത്തും മേരി കരയുന്നതായി കാണുന്നില്ല. കരയുന്ന രംഗങ്ങളല്ലേ മേരിയുടെ ജീവിതത്തിൽ മുഴുവൻ. സാധാരണ മനുഷ്യർ, നമ്മൾ ആരാണെങ്കിലും അതുപോലുള്ള നിമിഷങ്ങളിൽ കരയുന്ന മനുഷ്യരാണ്. പക്ഷെ മേരി കരയുന്നില്ല. ഈജിപ്തിലേക്ക് പലായനം, അത് ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ഒരു ദുസ്വപ്നങ്ങളായിരുന്നു. പക്ഷേ അവിടെയും കരയുന്ന മേരിയെ കാണുന്നില്ല. കരയാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സമാധാനമുണ്ട്. സഹനത്തിൻ്റെ ഇടയിൽ സമാധാനം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് മേരി. അതുകൊണ്ടാണ് മേരിയെ റോസപ്പൂവുമായിട്ട് പലപ്പോഴും സാദൃശ്യപ്പെടുത്തുന്നത്. മുള്ളുകൾക്കിടയിലെ റോസപ്പൂ. സഹനങ്ങളുടെയും വേദനകളുടെയും മധ്യയാണെങ്കിലും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് മേരി എന്നും സമാധാനചിത്തയായിരുന്നു. എന്താണ് കാൽവരി കുന്നിലും സംഭവിക്കുന്നത്? അവിടെ സുവിശേഷകൻ എഴുതുമ്പോൾ പറയുന്നുണ്ട്, അകലെ നിന്ന് ഭക്തസ്ത്രീകൾ കരഞ്ഞുവരുന്നു. എന്നാൽ മേരി കരയുന്നതായിട്ട് ഒരിടത്തും കാണിക്കുന്നില്ല. വേദനയില്ലാത്തത് കൊണ്ടല്ല, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഹൃദയമായിരുന്നു മേരിയുടേത്. അപ്പോഴും ആത്മാവ് മേരിക്ക് സമാധാനം കൊടുത്തിരുന്നു. ആ സമാധാനമാണ് യേശുനാഥൻ നമുക്ക് നൽകുന്നത്. വേദനയിലും ദുഃഖത്തിലും അതിനെ മറികടക്കുന്ന സ്നേഹത്തിൻ്റെ സമാധാനം. ഒരു വിത്ത് അഴിഞ്ഞു തീരുമ്പോൾ ഉണ്ടാകുന്ന വേദന, പക്ഷേ അഴിയുമ്പോൾ ഉണ്ടാകുന്ന പുതിയ മുള പൊട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, സന്തോഷം, ഇതാണ് മേരി അനുഭവിച്ചിരുന്നത്. ഇനി ഈ മേരി അനുഭവിച്ച ഈ സമാധാനമാണ് മേരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. നമ്മൾക്കില്ലാത്തത് നമ്മൾക്ക് ആർക്കും കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ വേദനയിൽ കൂടി കടന്നുപോയി എന്നുള്ളത് സത്യമാണ്. കണ്ണുനീർ ഒരുപക്ഷെ അമ്മയുടെ കണ്ണിൽ നിന്നും തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകാം. ആ കണ്ണുനീരിനപ്പുറമുള്ള ഒരു സമാധാനമാണ് മേരി ഇന്ന് ലോകത്തിന് നൽകുന്നത്. വേദനിക്കുന്നവർക്ക് മേരിയുടെ നാമം തന്നെ ഒരു സമാധാനത്തിൻ്റെ നാമമാണ്. മേരിയുടെ ജീവിതം പഠിക്കുമ്പോൾ ഏത് ദുഃഖിതർക്കും ശക്തിയോടെ ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് കിട്ടുന്നു. കാൽവരിയിലെ തിരുക്കുമാരൻ്റെ മുമ്പിൽ നിന്നും മേരി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നു. അതുകൊണ്ടാണ് മേരിയെ ലോകം സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് പറയുന്നത്. മാത്രവുമല്ല, പരിശുദ്ധ അമ്മ ആദിമ നൂറ്റാണ്ട് മുതൽ നാം കാണുന്നുണ്ട് ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നവളാണ്. ആധുനിക ലോകത്തിൽ പലതവണ മേരി പ്രത്യക്ഷപ്പെട്ട് ഈ സമാധാനത്തിൻ്റെ സന്ദേശമാണ് കൊടുക്കുന്നത്. സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. ഫാത്തിമയിലും ലൂർദിലുമെല്ലാം മേരി സമാധാനത്തിൻ്റെ രാജ്ഞിയായിട്ടാണ്. അതുകൊണ്ടാണ് 1917 ബെനഡിക്ട് 15 ലുത്തിനിയയുടെ കൂട്ടത്തിൽ സമാധാനത്തിൻ്റെ രാജ്ഞി എന്നും കൂടെ കൂട്ടിച്ചേർത്തത്. ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു ഫാത്തിമയിലെ ആ അത്ഭുതങ്ങൾ നടന്നത്. മേരി എപ്പോഴും പറയുന്നത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് മേരി വരുമ്പോൾ നമ്മളോടും പറയുന്നത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇത് ഈശോ നൽകിയ സമാധാനമാണ്. തൻ്റെ ഉയർപ്പിന് ശേഷം ശ്ലീഹന്മാരും മേരിയും എല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴും യേശു നൽകുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾക്ക് സമാധാനം. ഈ സമാധാനത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് മേരി. അതായത് ദൈവം സമാധാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ സമാധാനം നിറയുന്നു. അത് നമ്മളിലേക്ക് കടന്നു വരുവാൻ
ദൈവം തിരഞ്ഞെടുത്ത ഒരു ഉപകരണമാണ് മേരി. അതാണ് എനിക്കും നിങ്ങൾക്കും ഇന്നും നാളെയുമായി മേരിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും. ആലുവായിൽ നിന്നും ജിസ്ന ജോസഫ് എഴുതിയ ഒരു കത്തിൻ്റെ സാരാംശമാണ് ഞാനിവിടെ വായിക്കുന്നത്. ജപമാല സമാധാനത്തിൻ്റെ ഉപകരണമായി ചിലർ പറയാറുണ്ട്. ലോക സമാധാനത്തിനായി സഭയിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയായി ഇതിനെ കണക്കാക്കാറുണ്ട്. ഇത് ഒന്ന് വിശദീകരിക്കാമോ? ലോകസമാധാനത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമായി ജപമാലയെ പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ലൂർദിലും ഫാത്തിമായിലും മേരി ആ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ജപമാല അർപ്പിക്കുവിൻ, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കാരണം മേരി നൽകുന്ന സമാധാനം അത് യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ രഹസ്യമായി യേശു രഹസ്യം സൂക്ഷിച്ചതിൻ്റെ ഫലമായി ലഭിച്ച സമാധാനമാണ്. സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നുവെന്ന്. ആ സംഗ്രഹണത്തിലൂടെ മേരിക്ക് ലഭിച്ചത് ദൈവിക സമാധാനമാണ്. ഈ സമാധാനം ഇന്ന് നൽകുന്നത് പ്രാർത്ഥനയിലൂടെ, അതുപോലെ തന്നെ വചനപ്രഘോഷണത്തിലൂടെ, ജീവിതത്തിലൂടെ. ഇതിന് മേരി നമുക്കായി നൽകുന്ന ഒരു ഉപകരണമാണ് ജപമാല. ജപമാല എന്താണ്? നാം ഇതേപ്പറ്റി ധ്യാനിക്കുകയുണ്ടായി. അതൊരു വചന പ്രാർത്ഥനയാണ്. വചനത്തെ എടുത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നാം അതിന് പ്രത്യുത്തരം നൽകുന്നു, എനിക്കും ഇന്ന് മരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. ഇത് മേരി നൽകുന്ന ഏറ്റവും ശക്തമായ സമാധാനത്തിനുള്ളൊരു ഉപകരണമാണ്. എപ്രകാരം ഇത് പ്രവർത്തിക്കുന്നു? അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ സമാധാനമില്ലാത്ത കുടുംബത്തിൽ നിരന്തരമായി ജപമാല പ്രാർത്ഥിക്കട്ടെ, അവിടെ സമാധാനം തീർച്ചയായിട്ടും കൈവരും. സമാധാനമില്ലാതെ നിരാശരും ക്ലേശിതരുമായി നടക്കുന്ന വിശ്വാസികൾ ജപമാല കയ്യിൽ ഏന്തട്ടെ, സമാധാനത്തിൻ്റെ രാജ്ഞി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇത് എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ജപമാല ധരിച്ചിരിക്കുന്നത്. ജപമാല ധരിക്കുമ്പോൾ മേരി ഉണ്ണീശോയെ ആശ്ലേഷിക്കുന്നത് പോലെ നമ്മെയും ആശ്ലേഷിക്കുകയാണ്. അതിൻ്റെ അടയാളമാണ്, ആശ്ലേഷണത്തിൻ്റെ പ്രതീകമാണ് നാം ധരിക്കുന്ന ജപമാല. അതിൻ്റെ അർത്ഥം മേരി നമ്മളെ ഓരോ ദിവസവും സംരക്ഷിക്കുന്നു. ഇത് മേരി തന്നെ തൻ്റെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു, ജപമാല പ്രാർത്ഥിക്കുക. ഇതുകൊണ്ടാണ് എല്ലാ മാർപ്പാപ്പന്മാരും നമ്മോട് ജപമാല ചെല്ലുവാനായി പറയുന്നത്. ജപമാല കാരണം അത് സമാധാനത്തിൻ്റെ ഉപകരണമാണ്. ദുഷ്ടപിശാചുക്കളെയും ദുഷ്ടസൈന്യങ്ങളെയും അത് അകറ്റുന്നു. മേരിക്ക് കിട്ടുന്ന വലിയൊരു ആത്മീയ ശക്തിയാണ്. ഇന്നും കർത്താവ് മേരിയെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അമ്മയായി നൽകിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കുവാൻ. ആ സംരക്ഷണം മേരി നടത്തുന്നത് ജപമാല നാം ചെല്ലുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആത്മശക്തിയിൽ സമാധാനത്തിൻ്റെ രാജ്ഞി നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഇറങ്ങി വരുന്നു. അതുകൊണ്ട് നമുക്ക് ജപമാല എപ്പോഴും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമുണ്ടാകുവാൻ, ആത്മാവിൻ്റെ കൃപ നമ്മളിൽ വന്ന് നിറയുവാൻ, നമ്മുടെ കുടുംബത്തിൽ ആ സമാധാനം നിലനിൽക്കുവാൻ, ലോകം മുഴുവനും കർത്താവിൻ്റെ സമാധാനം, ഒരിക്കലും ലോകം എടുത്തു കളയാത്ത സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ കൃപയുടെ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം, ജപമാല ചെല്ലാം. പരിശുദ്ധ അമ്മ തന്നെ സകല ജനപദങ്ങളുടെയും നാഥയായ മറിയം തന്നെ നേരിട്ട് നൽകുന്ന സന്ദേശവും ഇതാണ്. ജപമാല ചൊല്ലി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനം കൈവരുവാനുള്ള ഏക വഴി അതാണ്. പ്രാർത്ഥനയിലൂടെ, സ്നേഹത്തിലൂടെ, സമർപ്പണത്തിലൂടെ. അത് മേരിയുടെ ജീവിതം തന്നെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ മറിയം നേരിട്ട് ലോകത്തിന് നൽകിയ ഒരു പ്രാർത്ഥന എൻ്റെ കൈവശമുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാം ആത്മാവിൽ നിറഞ്ഞ് ആ പ്രാർത്ഥന മനസ്സുകൊണ്ട് ചെല്ലാം. ക്രിസ്തുനാഥ, നിത്യപിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി
ധാർമ്മിക അധപ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സകല ജനപദങ്ങളുടെയും രാജ്ഞിയായ മറിയം ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാന രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും മധ്യസ്ഥയും എന്ന് ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.